അങ്ങനെ നമ്മുടെ മസാല ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ലതാട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഈസി റെസിപ്പിയാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. ബ്രെഡ് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഈ മസാല ബ്രെഡ്. ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മസാല ബ്രെഡാണ്. ഈ ബ്രെഡ് ഗ്ലൂട്ടൻ ഫ്രീ ബ്രെഡാട്ടോ. അപ്പോൾ ഇത് വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് വേണ്ടി ഈ വെജിറ്റബിൾസ്, ഈ ഫ്രോസൺ വെജിറ്റബിൾസാണ് ഉപയോഗിക്കുന്നത്. ഇത് കോസ്കോയിൽ നിന്ന് വാങ്ങിക്കണേ. ഇത് ഭയങ്കര എളുപ്പമാണ്. നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാനൊക്കെ മടിയാണെങ്കിൽ ഇത് കുറച്ചെടുത്ത് വന്നിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അത് ചൂടായി കഴിയുമ്പോൾ കുറച്ച് ബട്ടർ തൂക്കണം. ബട്ടർ തൂത്തിട്ട് ഈ ബ്രെഡ് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം ഇത് ചൂടായി. ഇനി ഞാൻ ഈ ബ്രെഡ് ഇങ്ങനെ ഒന്ന് മൊരിച്ചെടുക്കും കേട്ടോ. ഇപ്പം ഇപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞു, ഇനി മറിച്ചിടാം. അങ്ങനെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനപ്പോൾ ഇത് എല്ലാം മൊരിച്ച് കട്ട് ചെയ്തിട്ട് വരട്ടെ. ഇനി ഇത് ബട്ടറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരു ഹാഫ് മീഡിയം സൈസ് സവാള കട്ട് ചെയ്തതും കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ ക്യാപ്സിക്കം, പിന്നെ വേണ്ടത് വെജിറ്റബിൾസ്, ടൊമാറ്റോ സോസ്, സോയ സോസ്, പിന്നെ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് എടുക്കുന്നത്. അത് ഇല്ലെങ്കിൽ ജിഞ്ചറും ഗാർലിക്കും കട്ട് ചെയ്തെടുത്താലും മതി. പിന്നെ കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത്. ഇത്രയൊക്കെ സാധനങ്ങളാണ് വേണ്ടത്. എന്നാൽ ഇനി ഞാൻ ബട്ടർ ഈ പാനിലേക്ക് ഇടാൻ പോവാണ്. ഒന്ന് കട്ട് ചെയ്തിട്ട് ഏകദേശം ഇത്രയും ബട്ടറാണ് ഇടുന്നത്. ബട്ടർ ഇട്ടാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ സവാളയും പച്ചമുളകും ഇടുവാണ്. ഇതൊന്ന് വഴണ്ട് ചെറുതായിട്ടൊന്ന് വാടി മതി. വാടി കഴിയുമ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒഴിക്കും. ഇപ്പൊ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇടുന്നത്. ഇതൊന്ന് വഴണ്ടി വരട്ടെ. അതിനുശേഷം നമുക്ക് വെജിറ്റബിൾസ് ഇടണം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഗരം മസാലപ്പൊടി. ഇത്ര സാധനങ്ങളും കൂടെ ഇട്ട് വഴറ്റണം. ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതിന് കറിയൊന്നും വേണ്ട, വെജിറ്റബിൾസും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വെജിറ്റബിൾസ് ഇടുക കേട്ടോ. രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. ഇതൊന്ന് സ്റ്റീം കയറി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇതായി. ഇനി ഇതിൻ്റെ അകത്തേക്ക് സോയ സോസ്, ടൊമാറ്റോ സോസ്, ഇത് രണ്ടുമാണ് ഒഴിക്കുന്നത്. സോയ സോസ് കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. 1 ടീസ്പൂൺ. ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ ഒഴിക്കാം. ഇതൊന്നോടെ ഒന്ന് ആവട്ടെ. അത് കഴിഞ്ഞിട്ട് ക്യാപ്സിക്കം ഇടണം. ക്യാപ്സിക്കം ഇടാൻ പോവാണ്. ബെൽ പെപ്പർ. ഇവിടെ ക്യാപ്സിക്കം എന്ന് പറയുമെങ്കിലും ചിലരൊക്കെ ബെൽ പെപ്പർ എന്നാ പറയും. ഇനി ഇതും കൂടെ ഒന്ന് സ്റ്റീം ചേരട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് ബ്രെഡ് ഇടാം. ഇനി ബ്രെഡ് ഇടുക കേട്ടോ. ബ്രെഡ് ഇട്ട് ഇളക്കുക, അത്രേ ഉള്ളൂ.
കുറച്ച് മല്ലിയിലയും കൂടെ ഇപ്പം ഇട്ടു. ഇപ്പം ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇനി ബ്രേക്ക്ഫാസ്റ്റിന് ഇതെടുക്കുക. മുട്ട പുഴുങ്ങിയതോ അല്ലെങ്കിൽ ഓംലെറ്റോ കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. പ്രോട്ടീനും ഫൈബറും എല്ലാം ഉണ്ട്. ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ലതാട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഈസി റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. ബ്രെഡ് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാം. Thank you for watching. See you in another video. Bye.